കള്ളന്മാർ വന്നിട്ട് തെന്നാലിരാമന്റെ വീട്ടിൽ രാത്രി മുഴുവൻ പണിയെടുത്തുന്ന്. അതെങ്ങനെ സംഭവിച്ചു എന്ന് നോക്കിയാലോ? ദിവസം തെന്നാലിരാമൻ രാത്രി എന്തോ പരിങ്ങല് കേട്ട് പുറത്തേക്ക് നോക്കിയപ്പോഴുണ്ടടാ 3 കള്ളന്മാര് പതുങ്ങിയിരിക്കാ. ഇനി ചെയ്യാൻ ആലോചിച്ചപ്പോ തെന്നാലിരാമന്റെ മനസ്സിലൊരു ബുദ്ധി ഉദിച്ചു. കള്ളന്മാരെ പറ്റിക്കാൻ ഒരു സൂത്രപ്പണി. തെന്നാലിരാമൻ അകത്ത് ചെന്ന് ഭാര്യയോട് കുറച്ച് ഉച്ചത്തിൽ പറഞ്ഞു, ഇപ്പോൾ കള്ളന്മാരുടെ ശല്യം വളരെയധികം കൂടിയിരിക്കുന്നു. നമുക്ക് നമ്മുടെ സ്വർണവും പണവും എല്ലാം ഒരു പെട്ടിയിലാക്കി കിണറ്റിൽ കൊണ്ടുപോയി ഇടാം. അതാണ് സേഫ്. അങ്ങനെ രണ്ടുപേരും ഒരു പെട്ടിയിൽ കുറേ കല്ലുകളാക്കിയിട്ട് കിണറിന്റെ അവിടേക്ക് പോയിട്ടോ ആ പെട്ടിയും കൊണ്ട് അവർ ആ പെട്ടി കിണറ്റിലിട്ടു. ഭാരമുള്ള സാധനം കിണറ്റിൽ വീണപ്പോൾ ബ്ലും എന്ന് വലിയ ശബ്ദം വന്നു. നിധി ഇനി ആരും കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരും വീട്ടിലേക്ക് നടന്നു. ഇത് കണ്ട് അവിടെ ഇരുന്ന കള്ളന്മാര് സന്തോഷിച്ചു. തെന്നാലിരാമനും ഭാര്യയും അകത്ത് പോയി ഉറങ്ങി എന്ന് ഉറപ്പുവരുത്തി അവർ വേഗം കിണറ്റിലെ വെള്ളമൊക്കെ തെക്കിക്കളയാൻ തുടങ്ങിയിട്ടോ. തെന്നാലിരാമൻ ഇതെല്ലാം പതുങ്ങിയിരുന്ന് കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ അവസാനം അവർക്ക് ആ പെട്ടി കിട്ടി. പെട്ടി തുറന്നു നോക്കിയപ്പോഴോ കല്ല്. അപ്പോൾ പിന്നിൽ നിന്ന് തെന്നാലിരാമൻ ചോദിച്ചു, നിധി കിട്ടിയോ കൂട്ടുകാരെ? എന്തായാലും രാത്രി മുഴുവൻ കഷ്ടപ്പെട്ട് എൻ്റെ പാഠം നനച്ചു തന്നതിന് നന്ദിയുണ്ട് കേട്ടോ. പെട്ടെന്ന് തെന്നാലിരാമനെ കണ്ട കള്ളന്മാർ പേടിച്ചോടി. തെന്നാലിരാമന് ചിരി അടക്കാൻ കഴിഞ്ഞില്ല.